രണ്ടാം പിണറായി ഭരണം അവസാനിക്കാറായി. മൂന്നാം പിണറായി ഭരണം തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ മൂന്നാം പിണറായി ഭരണം തന്നെ തുടരും എന്നുള്ള തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഈ അവസാന നിമിഷത്തിൽ എത്തുമ്പോൾ പിണറായിയും കൂട്ടരും ചെയ്തു കൂട്ടുകയാണ്. മാത്രമല്ല CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി പലപ്പോഴും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാക്കുമ്പോഴും ജനങ്ങൾക്ക് ഇപ്പോൾ അതിലൊന്നും വലിയ താല്പര്യം ഇല്ലാതാവുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത്. കാരണം എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ കോമാളിത്തരങ്ങൾക്ക് അവസാനം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് CPM നടത്തുന്ന അത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾക്ക് അവസാനം അവർ പലപ്പോഴും വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ മൂന്നാം വട്ടവും ആള് നോക്കാതെ, ആളിൻ്റെ ശാരീരിക അവസ്ഥ നോക്കാതെ, ആരോഗ്യം നോക്കാതെ, അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ബൈലോ വരെ മാറ്റി എഴുതിക്കൊണ്ട് പിണറായി വിജയൻ തന്നെ വീണ്ടും മൂന്നാം അംഗത്തിന് ഇറങ്ങുന്നു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പിണറായി വിജയൻ വിജയിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ഈ മൂന്നാമൂഴം എന്നുള്ള ഒരു വാക്ക് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ 1977 ശേഷം ഒരു ഗവൺമെന്റ്, ഒരു മുന്നണി രണ്ടാമതൊന്നുകൂടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വന്ന സാഹചര്യം നമ്മൾ ഏത് കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഏത് സാഹചര്യത്തിൽ, ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളതിന് ഈ കോണ്ടെക്സ്റ്റ് ഒരു വലിയ ഘടകമാണ്. അത് പലപ്പോഴും സാധാരണക്കാർ ചിന്തിക്കാറില്ല. കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത്. ഇപ്പം യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യം സ്കോർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ എല്ലാ സീറ്റിലും ആ പാർട്ടി, ഭരിക്കുന്ന പാർട്ടി ജയിക്കും. അത് ആ പാർട്ടിയുടെ എല്ലാ നയങ്ങളോടുമുള്ള ഒരു യോജിപ്പല്ല. യുദ്ധം നമ്മളുടെ ജയിപ്പിച്ച അതേപോലെ ഈ കോവിഡ് സമയത്ത് നമ്മളെ പരിഗണിച്ച ഒരു ഗവൺമെന്റ്, ഒരു പാർട്ടി എന്നുള്ള പരിഗണന കിട്ടി. അതിൽ വീണ് കിട്ടിയ ഒരു ഭരണം മാത്രമാണത്. അത് സത്യസന്ധം. ഈ കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ജനവിധിയായിരുന്നു 2021 ഉണ്ടായിരുന്നെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കേരളത്തിൽ അങ്ങനെയല്ലേ? അല്ല, ആ ഒരു സിസ്റ്റത്തിനാണ് മാറ്റി എഴുതിയത്. അല്ല, ആ മാറ്റി എഴുതിയത് ഈ സാഹചര്യത്തിലുള്ള കാരണം പറയുന്നത് അത് ഈ പറയുന്ന പോലെ കൊറോണ കാലഘട്ടമായിരുന്നു. എന്നാൽ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് എല്ലാ തരത്തിലും ദുരന്തങ്ങളുടെ കാലഘട്ടമായിരുന്നു. 2018 പ്രളയം ഉണ്ടാകുന്നു, 2019 ഒരു മിനി പ്രളയം ഉണ്ടാകുന്നു, അതിനുശേഷം കൊറോണ ഉണ്ടാകുന്നു, അതിന് മുൻപ് നിപ്പ ഉണ്ടാകുന്നു. ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരോഗ്യ മേഖലയെ തകർത്തെറിഞ്ഞ വിഷയങ്ങൾ ഉണ്ടായ ഒരു വർഷങ്ങളായിരുന്നു 5 വർഷവും. ആ 5 വർഷവും അപ്പോൾ പിണറായി വിജയൻ സർക്കാർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു, വിഷയങ്ങൾ ആധികാരികമായി പഠിച്ചു. അതിനുശേഷം അതിൽ വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് ഈ നിപ്പയാണെങ്കിലും പ്രളയമാണെങ്കിലും ഒപ്പം തന്നെ ഈ കൊറോണ ആണെങ്കിലും ഒക്കെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ആ അവകാശവാദത്തിന്റെ പുറത്തല്ലേ 2021 അധികാരത്തിൽ വരുന്നത്? അതെ, അവിടെ നമ്മൾക്കൊരു കാര്യം പറയാം. അതായത് ആളുകൾ സ്വയം അറിഞ്ഞ് സ്വന്തം അനുഭവത്തിൽ ബോധ്യപ്പെട്ട് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട്. ഒപ്പം ചെയ്യുന്ന കാര്യങ്ങൾ പൊലിപ്പിച്ച് ഈ PR വർക്കിലൂടെ, വ്യാപകമായ പരസ്യത്തിലൂടെ അങ്ങനെയും ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കാം. ചില സിനിമകൾ പരസ്യം കൊണ്ട് മാത്രം വിജയിക്കാറുണ്ട്. ചില സംഭവങ്ങൾ ഈ പരസ്യം, ചില സെൻസറിങ് ഒക്കെ മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ചില ചലച്ചിത്രങ്ങൾ ഇട്ടുകൊടുക്കുന്നതന്നെ എന്തിനാ? അതിനകത്ത് കത്രിക വെച്ചു 17 സെൻസറിങ് ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പം ചാടി വീണ് കയറി കാണും. അതുപോലെ ഇവിടെ ഒരു പ്രളയം, ഇവിടെ ഇതിനു മുമ്പും പ്രളയങ്ങൾ വന്നിട്ടുണ്ടല്ലോ, സുനാമി വന്നിട്ടുണ്ടല്ലോ. അന്നൊക്കെ ഈ രാജ്യം അങ്ങ് ഒലിച്ചു പോയോ? ഇപ്പം മാരകമായ രോഗങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ ഗവൺമെന്റുകൾ ഈ പറഞ്ഞ രീതിയിൽ, അതൊരു ഗവൺമെന്റിന്റെ കടമയാണ്. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മക്കളെ നമ്മൾ സംരക്ഷിച്ച് പഠിപ്പിച്ച് അവരെ നല്ല നിലയിൽ കൊണ്ടുവരുന്നത് എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കൂ. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേര് നല്ല അച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ
നല്ല അച്ഛനാക്കാൻ വേണ്ടി ഖജനാവിലെ പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഒരുപാട് പണം ഇത്തരത്തിൽ PR വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിയായിക്കോട്ടെ. PR വർക്ക് ഒരുപാട് പണം ഇറക്കി എന്നുള്ളതുകൊണ്ടാണ് അവർ 2021 ജയിച്ചു എന്നാണ് താങ്കളുടെ വാദം. ഈ 2026 എത്തുമ്പോൾ 10 വർഷം ഭരിച്ചു. 10 വർഷത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്തു എന്ന് അവർക്ക് പറയേണ്ടതില്ലേ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റിയ ഒരുപാട് വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ ഇതിനകത്ത്? അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായിട്ട് മാത്രം പറയരുത്, പക്ഷെ അത് സത്യസന്ധമായി നമ്മൾക്ക് പറയാം. അതായത് ഒരു ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളത് പറഞ്ഞാൽ പോരല്ലോ, ആളുകൾക്ക് കണ്ട് ബോധ്യപ്പെടുകയും കൂടെ വേണ്ടേ. ഇപ്പൊ ഈ ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഈ ടെക്നോ പാർക്ക് ആരുടെ കാലത്ത് വന്നു എന്ന് ആളുകൾക്കറിയാം. അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പുതിയതായി വന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആകെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ബാലഗോപാൽ 195 പാരഗ്രാഫായി, ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അല്ല, അതിന്റെ മുമ്പിലത്തെ ബഡ്ജറ്റ്, ഫെബ്രുവരി 7, 2025 195ാമത്തെ ഖണ്ഡിക, നമ്മളുടെ അടുത്ത ബഡ്ജറ്റ് ഞാൻ നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ 26-ൽ അവതരിപ്പിക്കുമ്പോൾ വടക്കൻ ജില്ലയിലെ എല്ലാ MLA മാർക്കും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കാറിൽ 3 മണിക്കൂർ കൊണ്ട് ഇവിടെ വരാൻ കഴിയും. വന്നോ ആരെങ്കിലും? ഇങ്ങ് പാതി വഴിക്ക് പോലും എത്തില്ലല്ലോ, മണ്ണിന്റെ അടിയിലും സ്ലാബിന്റെ അടിയിലും വീഴില്ലേ. അപ്പോൾ പറഞ്ഞാ പോരാ, ഇനി പറയുന്ന എന്തിനാ? ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്ത്യയും ന്യൂസിലൻഡുമായിട്ടുള്ള കളി ഇവിടെ നമ്മളുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ നടന്നല്ലോ. സ്റ്റേഡിയം വരും കേട്ടോ എന്ന് ഉമ്മൻചാണ്ടി എന്നെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? സ്റ്റേഡിയം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ പോയി കണ്ടത്. അതേപോലെ കൊച്ചിയില് കരുണാകരൻ അന്തർദേശീയ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവന്നു. ഗോശ്രീ പാലം, കൊച്ചി മെട്രോ, വിഴിഞ്ഞം, കണ്ണൂർ എയർപോർട്ട്, ഇതൊക്കെ എന്താ പറയുന്ന നമ്മളുടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസനങ്ങളാണ്. അങ്ങനെ ഒരു വികസനം ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയിൽ കാണിച്ചതാ. കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ അതും കേൾക്കാനില്ല. ഇപ്പൊ കേരളയിൽ വരും എന്ന് പോലും പറയുന്നില്ല. കേരളയിലൊക്കെ മാറിയല്ലോ, പുതിയ പുതിയ സംവിധാനം. അല്ല, ആ പറഞ്ഞാൽ നടപ്പിലാക്കാൻ കഴിഞ്ഞോ? പറഞ്ഞാ പോരല്ലോ, നടപ്പിലാക്കണമല്ലോ. മറിച്ച് ഈ കേരളയിൽ വരുമെന്ന് കൊട്ടി ഘോഷിക്കാതെ അത് വന്നിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അതിന്റെ മഞ്ഞക്കുറ്റി ഇടാൻ 61 കോടി രൂപ പാഴാക്കി. 61 കോടി രൂപ. അപ്പൊ പിന്നെ ഈ 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുന്നത് എന്താ? ക്ഷേമ പെൻഷനിലൊക്കെ വർധനവുണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും നമ്മളാരും പറയില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന അതേ സാധനം ഇപ്പോൾ എത്ര രൂപ കൊടുത്താലാ കിട്ടുന്നതെന്നും കൂടി പറയണം. മാർക്കറ്റിലോട്ട് പോയാൽ 1 കിലോ അല്ലെ 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ ഇപ്പൊ എത്ര രൂപ വേണം? ആ 2016 മെയ്യിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്തുള്ള ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കും ഇപ്പോഴത്തെ അതേ സാധനങ്ങളുടെ കണക്കും വെച്ച് താരതമ്യപ്പെടുത്തിയിട്ട് വേണ്ട 200, 300, 400 രൂപ അധികം കിട്ടിയതിന് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. ഇനി ആ പെൻഷൻ കിട്ടിയവരുടെ തന്നെ വെള്ളക്കരം, അവര് വെള്ളം ഫ്രീ അല്ലല്ലോ, ഈ പെൻഷനല്ലേ ഉള്ളൂ. വെള്ളക്കരം, വൈദ്യുതിക്കരം, വീട്ടുകരം, വസ്തുക്കരം, അങ്ങനെയുള്ള സർവകരങ്ങളും കൂട്ടിയില്ലേ. അപ്പൊ പിന്നെ നമ്മള് 10 രൂപ അധികം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കൊടുത്തത് കൊണ്ട് 500 രൂപ അധികം ചെലവാകുമെങ്കിൽ ആ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? ഈ നമുക്കറിയാമല്ലോ, ഇപ്പൊ നാഷണൽ ഹൈവേകൾ അല്ലെങ്കിൽ അതുപോലുള്ള റോഡ് പണികൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല, ഗെയിൽ പദ്ധതി അനുസരിച്ചിട്ടുള്ള ഗ്യാസ് വീടുകളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ദ്രുതഗതിയിൽ നടത്തിയിട്ടുണ്ട്. പല പ്രവർത്തനങ്ങൾ അത്തരത്തിൽ പറയുവാൻ LDF സർക്കാരിനുണ്ട്. ആ സർക്കാരിന്റെ നേട്ടങ്ങൾ കാണാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അതും നേട്ടങ്ങളുടെ ഭാഗം തന്നെയല്ലേ. ഗെയില് പദ്ധതി നമ്മൾ അവിടെയും പറയണം. ഗെയിൽ പദ്ധതി ആരുടെ കാലത്ത് ആരംഭിച്ച പദ്ധതി ആണ്? ആ പദ്ധതി അന്ന് എതിർത്തിരുന്നവർ തന്നെയാണ് ഇന്നത്തെ ആ പദ്ധതി ഈ നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സംഭവത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം കൊണ്ടുവന്നാൽ ഈ ഇറാഖിലെ ഇറാനിലെ പോലെ ബുൾഡോസർ ഇറക്കി കൊന്നിട്ടൊന്നും ഏകാധിപതികളെ പോലെ ഒന്നും ചെയ്യില്ലല്ലോ. വെറുതെ ഒരു വിഷയം ഉണ്ടാക്കണ്ട. ഇപ്പം പറയുന്ന ഈ NH-66 മുനീർ PWD മന്ത്രിയായിരുന്നപ്പോൾ അതിന്റെ പേര് എക്സ്പ്രസ് ഹൈവേ എന്നായിരുന്നു. അന്നൊരു MLA നിയമസഭയിൽ പറഞ്ഞത് കേട്ട് ചിരിച്ചുപോയി. ഈ എക്സ്പ്രസ് ഹൈവേ വന്നാൽ എന്റെ പറമ്പിൽ നിൽക്കുന്ന പശുവിനെ ഞാൻ അപ്പുറത്ത് എങ്ങനെ കൊണ്ടുപോകും? നാഷണൽ ഹൈവേയിലൂടെ, എക്സ്പ്രസ് ഹൈവേയിലൂടെ പശുവിനെ കൊണ്ടുപോകാൻ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ MLA മാർ, ഇടതുപക്ഷത്തിന്റെ MLA മാരുള്ള നാടാ. ഗെയിൽ പൈപ്പിനെ കുറിച്ച് പറഞ്ഞ എന്താ? ഭൂമിക്കടിയിലെ ബോംബ്. ഇന്ന് രാവിലെ
ആ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞ ആ ബൈറ്റ് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ഗെയിൽ പൈപ്പിനെതിരെ ഒരുപാട് സമരം ചെയ്ത വ്യക്തിയാണ് ഞാൻ. അന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഞാൻ സമരത്തിൽ പോയ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു. ഇന്ന് ആ ഗെയിൽ പൈപ്പിന്റെ വാഴ്ത്തുപാട്ട് കേൾക്കാത്ത ദിവസങ്ങളില്ല എന്ന് പറഞ്ഞ് അയാൾ പശ്ചാത്തപിക്കുക. അതുകൊണ്ടാണ് ആ ഗെയിൽ പൈപ്പ് കമ്പ്യൂട്ടർ കൂടെ വന്നപ്പോഴുള്ള സ്ഥിതി നമുക്കറിയാമായിരുന്നല്ലോ. അന്നത്തെ മുദ്രാവാക്യം ഓർമ്മയുണ്ടോ? പണി എത്തിക്കൂ, പട്ടിണി മാറ്റൂ, പിന്നീടാകാം കമ്പ്യൂട്ടർ. ഇംഗ്ലീഷിൽ വിളിച്ചു കമ്പ്യൂട്ടേഴ്സ് മാനീറ്റേഴ്സ്, മാനീറ്റേഴ്സ് ജോബ് ഈറ്റേഴ്സ്, വി ഡോണ്ട് വാണ്ട് ദിസ് കമ്പ്യൂട്ടേഴ്സ്. ഞങ്ങളുടെ ഓഫീസിൽ സ്ത്രീകളെ പേടിപ്പിച്ച് എങ്ങനെയാണെന്നറിയാം? ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അവരാണ് ഏറ്റവും കൂടുതൽ. അത് കമ്പ്യൂട്ടർ അവിടെ നിൽക്കട്ടെ. മൻമോഹൻ സിംഗിന്റെ നരസിംഹറാവുവിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. രാജ്യം നശിക്കുമെന്ന് പറഞ്ഞു. അന്ന് ദൂരദർശൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ചാനലേ ഉള്ളൂ. ഇത് വന്നത് കൊണ്ട്, ലിബറലൈസേഷൻ വന്നത് കൊണ്ട് CPM-ന് 3 ചാനലായി. 4ാമത്തെ ഏതോ ചാനൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ PR വർക്കിലൂടെ നമ്മൾക്ക് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ നാട്ടിൽ നല്ല നാടൻ വൈദ്യന്മാരുണ്ട്, നല്ല എണ്ണകള്, തലയിൽ തേച്ചാൽ നന്നായി മുടി വളരുന്ന നല്ല എണ്ണകളുണ്ട്. പക്ഷേ നമ്മളൊക്കെ കടയിൽ ചെന്നാൽ മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ധാത്രി അല്ലെങ്കിൽ പാരച്യൂട്ട് അല്ലെങ്കിൽ വേറെ പലതുകൊണ്ട് ഇതൊക്കെയല്ലേ വാങ്ങുന്നത്. അപ്പോൾ പഴയ കാലത്തെ കോൺഗ്രസ് ഗവൺമെന്റുകൾ പബ്ലിസിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ ചെയ്തത് അവർക്ക് പോലും ഓർമ്മയില്ല. ഇപ്പോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പേ പബ്ലിസിറ്റി. അല്ല, അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സർക്കാരായിരുന്നു കോൺഗ്രസിൻ്റെത് എന്നുള്ളതുകൊണ്ടാണ് ജനങ്ങൾ വളരെ കൃത്യമായ തിരുത്തെഴുത്ത് നടത്തിയത്. അങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നത്. ആ കാലത്ത് 10 വർഷം കടന്നു പോകുന്നു, വീണ്ടും അവർ കടന്നു വരും, അല്ലെങ്കിൽ അവർ മൂന്നാമതും ഈ രാജ്യം, ഈ കേരളം സംസ്ഥാനം ഭരിക്കുമെന്നുള്ള ഉറപ്പിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതും അതേ ജനങ്ങളാണ്. ഇപ്പൊ താങ്കൾക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കൊക്കെ വാദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ BJPക്കൊക്കെ വാദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരെ ഒന്ന് പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ചെറിയൊരു മാർജിനിൽ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഒഴിച്ചാൽ അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാൻ തന്നെയാണ്, കളം നിറഞ്ഞ് ആടാൻ തന്നെയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും കോൺഗ്രസിന്റെ നേട്ടങ്ങളെ ഒന്നും എണ്ണി കാണിക്കുവാൻ കഴിയാറില്ല. കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്ത് നേട്ടം ഉണ്ടാക്കി കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ തമ്മിലടിയല്ലാതെ മറ്റൊന്നുമില്ല. അതുമാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഇനി എങ്ങനെയാണ് കേരളത്തിൽ ഒന്ന് ഇപ്പൊ ഊർജ്ജമലിച്ചുകൊണ്ടിരിക്കുക, ഈ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെയായിരിക്കും ഒരു പുനർജീവനം ഉണ്ടാകാൻ പോകുന്നത്? VD സതീശനെ പോലുള്ള ഒരു നേതാവ് മാത്രം വിചാരിച്ച് നടക്കൂ? അല്ല, ഒരു നേതാവ് ഒറ്റയ്ക്കല്ലല്ലോ, അതൊരു പാർട്ടിയുടെ വിഷൻ അല്ലേ UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ 10 വർഷം കൊണ്ട് ഈ അഴിമതി, കോൺഗ്രസിന്റെ ഭരണം അഴിമതിയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? 10 വർഷം ഭരണം ഈ ഗവൺമെന്റിന്റെ കയ്യിലല്ലേ? അന്നത്തെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു അഴിമതിക്ക് ഒരാളെ ഒരു ദിവസം ജയിലിലിടാൻ കഴിഞ്ഞു? അപ്പോ ആ പറഞ്ഞത് മുഴുവൻ ഇപ്പോ ചില വ്യാജഗർഭം പോലെ ആയിപ്പോയി എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? ഒരഴിമതി ആരോപിക്കാം, അത് തെളിയിക്കണ്ടേ? ആരോപിച്ചിട്ട് പോകാൻ മതി എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു 10 മിനിറ്റ് തരാമെങ്കിൽ ഞാൻ ശ്രീ ഗോപകുമാറിനെതിരെ ഒരു 500 ആരോപണങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ട് പോകാം. പക്ഷെ ഞാൻ ഉന്നയിക്കുന്നതിൽ കാര്യമില്ല. ഒരെണ്ണമെങ്കിലും 10 പൈസയുടെ കുഴപ്പം കാണിച്ചിട്ടുള്ള ആളാണ് എന്നെങ്കിലും ഞാൻ തെളിയിക്കണ്ടേ? അത് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യവട്ടം, ഞാൻ അതിലേക്ക് വീണ്ടും വരിക. ദേശീയ ഗെയിംസ് ഈ കേരളത്തിൽ നടത്തി, ഓർമ്മയുണ്ടല്ലോ? അത് നടക്കത്തില്ല, അഴിമതിയാണ്. അത് കഴിയുമ്പോൾ മന്ത്രിസഭ ജയിലിൽ കൂടേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു മന്ത്രി തിരുവനന്തപുരത്തിന്റെ ഇപ്പം മന്ത്രിയായിട്ടുണ്ട്. എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആ സ്റ്റേഡിയത്തിലൊക്കെ വന്നിരുന്നാണ് ഇപ്പോൾ കൈയടിച്ചിട്ട് കേരളത്തിന്റെ അഭിമാനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായി വിലയിരുത്തണം, അല്ലാതെ കൂടുതൽ പേർ പൈസ വാങ്ങിച്ചുകൊണ്ട് ജനങ്ങൾ വിലയിരുത്തും കേട്ടോ. ജനങ്ങൾ വിലയിരുത്തും. ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ ഭരണമാണോ ആവശ്യം, അതോ ഇടതുപക്ഷം തന്നെ ഭരിക്കട്ടോ എന്നൊക്കെ ഉള്ളത് അവർ തീരുമാനിക്കും. ഇപ്പൊ 3ാം ഭരണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തത്രപ്പാടുകളിലാണ് ഈ പറയുന്ന 3 പാർട്ടികളും. പക്ഷെ ഭരണം കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഭരണകക്ഷിയായിട്ടുള്ള CPM അവർക്ക് അനുയോജ്യകരമായുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി 3ാം അവസരം അല്ലെങ്കിൽ 3ാം ഊഴം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും. അതായത് ഈ അധികാരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനി ഈ അധികാരം ഈ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നത് എങ്ങനെയാ? അധികാരം എന്ന് പറയുന്ന നിങ്ങൾ ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ
ഈ ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കണക്കൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇല്ലാത്ത അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നത്. അത് ചിലർ ചെയ്യും, ചിലർ ചെയ്യില്ല. ആ ചെയ്യുന്നവർ, ഇപ്പൊ ഉദാഹരണത്തിന് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനാണെന്ന വ്യാജേന പാർട്ടിക്കാർക്ക് ഖജനാവിലെ പൈസ കൊടുത്ത് പാണന്മാരെയും നാരദരെയും കണക്ക് മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടാനായിട്ട് ആളുകളെ വിട്ടിട്ടുണ്ട്. ഇത് മര്യാദയാണോ? എന്നിട്ട് പറയുന്നത് എന്താ? അത് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളെ എത്തിക്കേണ്ടുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വവും കടമയാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ ഈ മര്യാദ എന്ന് പറയുന്ന അത് രാഷ്ട്രീയത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാത്തിലുമുണ്ട്. അത് ഇപ്പോൾ ഈ നരേന്ദ്രമോദിയും ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും നടത്തുന്ന പോലെയുള്ള ഭരണമായിരുന്നു തുടക്കം തൊട്ട് കോൺഗ്രസ് ചെയ്തിരുന്നതെങ്കിൽ ഈ പാർട്ടികളൊന്നും ഇന്ന് ജീവനോടെ പോലും കാണത്തില്ലായിരുന്നു. ഒരു തർക്കവും വേണ്ട. നമുക്ക് കാത്തിരിക്കാം.